ഗൈസ് വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ നീതു, ഇറ്റ്സ് മീ ആദർശ്. ഗൈസ് അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് അഞ്ചൽ ടൗണിലാണ്. ഞങ്ങള് കുറച്ച് ഓണം പർച്ചേസ് ആയിട്ട് ഇറങ്ങിയതാണ്. ഞങ്ങൾ പുനലൂരൊക്കെ കയറി എല്ലാ കടയിലും നിരങ്ങി ഗൈസ്. ഇനിയിപ്പോ അഞ്ചൽ ടൗണിലൂടെ നിരങ്ങാന്ന് വെച്ച് വന്നതാണ്. ചെരുപ്പ് മേടിക്കാൻ പോവാണ്. നടക്ക് നമ്മള് പുനലൂർ ഓൾമോസ്റ്റ് എല്ലാ കടകളിലും ഇറങ്ങി. ഇനിയിപ്പോ അഞ്ചൽ ടൗണിലൂടെ ആണ്. അപ്പൊ ആദ്യം ചെരുപ്പ് നോക്കാൻ വേണ്ടിയാണ്. നോക്കിയിട്ട് വന്നിട്ട് ബാക്കി അടിച്ചത് ഗൈസ്. ഇത്ര ഹൈറ്റ് വേണ്ട എനിക്ക്. വേണം വേണ്ടേ? എന്താ പറ്റി? ഭയങ്കര വലിയ ഹീല് എനിക്ക് ഇഷ്ടപ്പെടില്ല ഗൈസ്. വേറെ കടയിൽ പോവാ. ഹീല് വലുതാണെന്ന് പറഞ്ഞ് വീഡിയോ ഒന്ന് ചെയ്തു. വേറെ കടയിൽ പോവാം ഗൈസ്. അതെ, ഇനി അടുത്ത കടയിൽ പോകും. കടകൾ ഇങ്ങനെ നീണ്ടു നേർന്ന് നടക്കുമല്ലോ. സോ ഞങ്ങൾ വേറെ കടയിലേക്ക് പോവാണ്. ഓടി എത്രത്തോളം കേൾക്കും സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഞങ്ങളുടെ ഇവിടെ ഭയങ്കര സൗണ്ട്. ഓണത്തിന്റെ തിരക്കൊക്കെ എന്നാലും ഞങ്ങൾ ഉറക്കെ പറയുകയാണ്. ഞങ്ങൾ അടുത്ത കടയിലോട്ട് പോവാണ്. കേട്ടോ, നല്ല തിരക്ക് കേട്ടോ. സമയം ഏകദേശം 8 മണിയൊക്കെ കഴിഞ്ഞു. പക്ഷെ തിരക്കിന് രക്ഷയില്ലാത്ത തിരക്കാണ്. സോ അടുത്ത കടയിലോട്ട് പോയിട്ട് കാണിച്ചു തരാം ബാക്കി. ഡ്രസ് വാങ്ങാൻ വന്നതാണ്. വീട്ടിൽ ഇടുന്ന കുറച്ച് ഡ്രസ്സുകൾ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇത് നോക്കുന്നത് കേട്ടോ. ഞങ്ങൾ നേരെ അഞ്ചൽ ഒരുപാട് ഷോപ്പുകൾ അടുത്തടുത്ത് ഉണ്ടായതുകൊണ്ട് നമുക്ക് പോകുന്നതുകൊണ്ട് എടുക്കുന്നുണ്ടെന്ന് ബുദ്ധിമുട്ടില്ല ഗൈസ്. എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് കുറച്ച് ലിമിറ്റേഷൻ, കാരണം ഞാൻ നമ്മുടെ ട്രൈപോഡ് സ്റ്റാൻഡൊന്നും എടുത്തില്ല. സോ ഗൈസ് അഞ്ചൽ ടൗണിലാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇവിടെയും ഇല്ല കേസ്. ഞങ്ങൾ പോവാണ് കേസ്. ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ പിന്നെ ഒരുപാട് കടകൾ ഇനി ബാലൻസ് ഉണ്ടായതുകൊണ്ട് ലൈവിന്റെ സമയമാകുമ്പോഴത്തേക്ക് വീട്ടിൽ എത്താം. ഞാൻ വിചാരിച്ചേ ഇവിടെ കൂടെ കയറിട്ട് അപ്പുറത്ത് പോവാം. എനിക്ക് എന്തായാലും ഒന്ന് മാഷിനെ കുടിക്കണം. ഇതൊരു വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തൊരു ഫുഡ് ഈറ്റിംഗ് എന്തായാലും ഉള്ളു. അല്ല, ആഹാരം കഴിക്കാം. പക്ഷെ ഇത് ചെയ്തിട്ടേ ഉള്ളു. നീ ഒന്നും മിണ്ടാതിരിക്കാണ്ട്. ഏതെടുത്താലും 150, ഏതെടുത്താലും 150 രൂപ. ഇനി എവിടെ പോലെ? ചെരുപ്പടെ എവിടെ ഇനിയുള്ള? അല്ല, ചെരുപ്പ് രണ്ടുകൂടെ ഒരുമിച്ച് എടുത്ത് പോവാം. ഇനിയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ട്രൈപോഡ് സ്റ്റാൻഡ് അറിയി ബുദ്ധിമുട്ടില്ല. ഇതൊക്കെ എത്ര റേറ്റ്? ഇതെല്ലാം അങ്ങനത്തെയാണോ? ജീൻസ് ഒക്കെ എത്ര റേറ്റ്? നീതുവിനാണെങ്കിൽ നീതു വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും കാണിക്കാമോ? ജീൻസ് അറിയത്തില്ല. സോ നമുക്ക് നോക്കാം. ലാസ്റ്റ് നീതുവിന്റെ സ്വന്തം സാധനം കണ്ടുപിടിച്ചു ഗൈസ്. ലിപ്സ്റ്റിക് ഉള്ള കടയെന്ന് പറഞ്ഞിട്ട് പോയിട്ട് അവിടെ പോയി പരതുവാണ് ഗൈസ്. ഈ കട കണ്ടപ്പോൾ ലിപ്സ്റ്റിക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നീതു പോയാണ്. ലിപ്സ്റ്റിക് ഇത് എന്തുവാ പറ? ലിപ്സ്റ്റിക് ഇവിടെ തോന്നി ലിപ്സ്റ്റിക് ഉണ്ടോ? ബ്ലാക്കില് എന്റെ സെലക്ഷനാണ്. ആ ടോപ്പ് വേറെ ഉണ്ടോ? അപ്പുറത്തുണ്ടോ? ആ ഫ്രണ്ടിൽ ഷോർട്ട് ടോപ്പ്, ആ ക്രോപ്പ് ഉണ്ടോ? ഇവിടെ ഉണ്ടോ അതിന്റെ? ഗൈസ്, ഒരുവിധം പർച്ചേസുകളൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഞങ്ങൾ നേരെ മേലോട്ട് പോവാണ്. ഇന്നത്തെ നീതുവിന്റെ കോട്ട ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോ എന്റെ കോട്ടയാണ്. നീതുവിന്റെ കോട്ട കഴിഞ്ഞെന്ന് വെച്ചാൽ അഞ്ചൽ 6 ജംഗ്ഷൻ മുതൽ പീറോ ജംഗ്ഷൻ വരെ നടത്തി ഊപ്പാട് വരുത്തി ഗൈസ്. അല്ല, എനിക്ക് ഉദ്ദേശമൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് എനിക്ക് പ്രതിഷേധമുണ്ട്. ഞാൻ ഇവിടെ നിന്ന് പ്രതിഷേധിക്കും. അഞ്ചൽ സിഗ്നൽ ചെയ്ത് പ്രതിഷേധിക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും വയ്യ, സത്യം പറഞ്ഞു. പക്ഷെ തളരില്ല. പക്ഷെ ഒന്നും മേടിച്ചില്ലല്ലേ? ഒന്നും വാങ്ങിച്ചില്ല. നമ്മളിങ്ങനെ കടകളിൽ 2 കവറേ ആയിട്ടുള്ളൂ. പക്ഷെ ഞങ്ങൾ ഒരു റൗണ്ട് വന്ന് മേടിച്ചതാ. ഇങ്ങനെ 1, 2, 3, 4 റൗണ്ട് ഒക്കെ ആവുമ്പോഴത്തേക്കിന് എന്തെങ്കിലും ഒക്കെ ആവത്തുള്ളൂ. ഇനിയിപ്പോ നിങ്ങളെ ഡ്രസ്സൊക്കെ എടുത്തോ? അതാ 2 മിനിറ്റ് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വീണ്ടും തുടരാം. ഇപ്പൊ ഞാൻ തുടരും എഴുതി കാണിക്കും കേട്ടോ. ഇത് തുടരും. ഇനി ഇവനെ
വാങ്ങാനായിട്ട് എനിക്കൊരു ഷർട്ട് ഉണ്ട്, ഞാൻ നോക്കിയിട്ട് വരട്ടെ കേട്ടോ. അങ്ങനെ ഉറപ്പൊന്നുമില്ല, നോക്കിയിട്ട് വരട്ടെ. ഉണ്ടെങ്കിൽ വാങ്ങും. ഞാനെല്ലാം പറയണോ? ജ്യൂസ് വേണോ? നാരങ്ങ വെള്ളം ഉണ്ടെങ്കിൽ മതി. ലൈം ഉണ്ടോ? ഇല്ല, ലൈമില്ല. അത് തന്നെ ചതിച്ച് ഗൈസ്. ഷർട്ടൊക്കെ ഇഷ്ടപ്പെട്ടു. ഇത് തന്നെ ഇഷ്ടപ്പെട്ടു ഗൈസ്. എങ്ങനെയുണ്ട്? ഇത് കൊള്ളാമോ? കൊള്ളാം, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു ചെറുക്കനോട് എടുക്കാനായിട്ട്. പക്ഷേ ബട്ട് സ്ട്രൈപ്പ് വലുതാണേ, ഇത്തിരി വലിയ സ്ട്രൈപ്പ്. നോക്കട്ടാ. കൊള്ളാടാ. എല്ലാം നിനക്ക് ഒരേ മോഡലല്ലേ? വേറൊരു മോഡൽ എടുക്ക് ഗൈസ്. ഞങ്ങൾ താണ്ട കടകൾ തോറും കടകൾ കയറി ഇറങ്ങി നടക്കുകയാണ്. തീരുന്നില്ല ഗൈസ്, ഒന്നും നടക്കുന്നില്ല, തുടങ്ങുന്നേ ഉള്ളൂ. അങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് പോവാണ്. ഓഫറുകൾ ഓരോരോ കടകളിൽ ചിലപ്പോൾ ഇഷ്ടംപോലെ ഓഫറുകൾ. ഓ ഗൈസ്, എന്നെ വാച്ചിന്റെ കട മാടി വിളിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളെ നോക്കാൻ പറ്റുന്നില്ല, ഒന്നും തെറ്റിദ്ധരിക്കരുത്. അതെ ഗൈസ്, ഇത് മുല്ലപ്പൂ ആണ്. നാളെ അവിടെ പോകുന്നില്ലായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ മുല്ലപ്പൂ മേടിച്ചേനെ. നീതുവിന്റെ കയ്യിലെ സഞ്ചിയൊക്കെ നല്ലപോലെ നിറഞ്ഞു. കാരണം എന്റെ കയ്യിൽ സഞ്ചിയൊന്നും ഇല്ല. പിടിക്കത്തില്ലല്ലോ. നീതു സഞ്ചി നിറഞ്ഞു ഗൈസ്. അതായത് നീതുവിനെല്ലാം വാങ്ങിച്ച് എനിക്കൊന്നും കിട്ടിയിട്ടില്ല. എനിക്കൊന്നും കിട്ടിയിട്ടില്ല ഇത്ര നേരമായിട്ടും. ഞങ്ങളിങ്ങനെ പോവാണ്. ഞാൻ അന്നേരം പറഞ്ഞു മറ്റേ ഇത് എടുക്കാന്ന്. വണ്ടി എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നായിരുന്നെങ്കിൽ നടക്കണ്ടായിരുന്നു. മതിയായിരുന്നു. എന്തായാലും ഞങ്ങൾ ഇവിടെ വെച്ചിപ്പോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അല്ലേ? അതെ. ഫുഡ് കഴിക്കണം. അല്ല, കഥ കഴിച്ചിട്ട് എല്ലാം കൂടെ ചേർത്ത് കാണിക്കണം. ഫുഡൊക്കെ കഴിക്കണം. തിരിച്ചു നടക്കുവാണ്. ബൈ ബൈ. ഇന്നത്തെ പർച്ചേസ് ഒക്കെ ഏകദേശം അവസാനിപ്പിച്ച് ഞങ്ങളിത് തിരിച്ചു പോവാണ്. ഇതൊന്നും ഒന്നും പറയുന്നില്ല. വീട്ടിലേക്ക് പോവാണ് ഗൈസ്. തിരിച്ചു പോകുന്ന വഴി ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കുന്നേ ഉള്ളൂ. ഒന്ന് ഇവിടെ പ്രിന്റ് കാണോടാ ശ്രീ? പ്രിന്റ് ഉടുപ്പ് ഇവിടെ കാണത്തില്ല. വാ, എനിക്ക് എന്തായാലും ഇന്ന് ടയർഡായി. ഇനി ബാക്കിയുള്ളതൊക്കെ നാളെ ഉള്ളൂ. എനിക്ക് പിന്നെ ടയർഡാന്ന് സാധനം ആവത്തില്ല ഒരിക്കലും. എനിക്ക് എന്ത് ചെയ്താൽ ടയർഡ് ആവില്ല ചോദിച്ചാൽ ഒറ്റ ആൻസർ. ഏതാണ് ശ്രീ? തുണിക്കട. കടകൾ. ഷോപ്പിങ്ങിന് ഇറങ്ങിയ നീതു എനർജി കൂടും. ഫുഡ് വേണ്ട, വെള്ളം വേണ്ട, ഒന്നും വേണ്ട ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണാം. It's me Needu. It's me Adil. Bye bye. Bye bye.